ഒരു തൈ നടാം നമ്മക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി. ഇത് പ്രാണവായുവിനായി നടന്നു, ഇത് മഴക്കായി തൊഴുതു നടന്നു, അഴകിനായി തണലിനായി. ഇതെൻ്റെ എളാമൻ്റെ മോളാണ് സെൻഹ. ഇപ്പോൾ അവൾ വീട്ടിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നതാണ്. എല്ലാവർക്കും വേൾഡ് എൻവയൺമെൻറ്റ് ഡേ വിഷസ്. ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൂൺസ് കിച്ചൺ. ഇപ്പോൾ ഇന്നൊരു ചെറിയൊരു സ്നാക്ക് റെസിപ്പിയാണ് കൊണ്ടുവന്നത്. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ്. ഉള്ളിവടയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഉള്ളിവട എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. പ്രത്യേകിച്ചും ഈ മഴക്കാലത്ത് നല്ല ചൂടോട് കൂടിയിട്ടുള്ള ഉള്ളിവട കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ ഉള്ളിവടയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള മാറ്റങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് കിച്ചണിലേക്ക് പോവാം. അപ്പം ഞാനിപ്പം ഉള്ളിവടക്ക് വേണ്ടിയിട്ട് എല്ലാം ഇത് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഉള്ളി വേണം. ഒരു 3 മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളി നീളത്തിൽ നേർമയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി നേർമയായിട്ട് കുഞ്ഞിയായിട്ട് അരിഞ്ഞെടുക്കണം. അങ്ങനെ അരിഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് കുത്തിയിട്ടിട്ടാലും മതി. പേസ്റ്റ് ഇടുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ ചതച്ചെടുക്കുന്നതോ അല്ലെങ്കിൽ ചെറുതായിട്ട് നുറുക്കി അരിഞ്ഞിടുന്നതോ ആണ്. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, മല്ലിയില എടുത്തിട്ടുണ്ട്, എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊരു 3-4 ഒക്കെ എടുക്കാം. കാരണം നമ്മൾ ഇതിലേക്ക് മുളക് പൊടി കുറച്ചേ ചേർക്കുള്ളൂ, കളറിനൊക്കെ വേണ്ടിയിട്ട് മാത്രമേ ചേർക്കുള്ളൂ. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഓരോരുത്തരുടെ എരിവിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പം ഇതിലേക്ക് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മൈദക്ക് പകരം കടലമാവ് ചേർത്ത് കൊടുക്കാം. ആ ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ ഇട്ട് മിക്സാക്കിയിട്ട് നമുക്ക് കയ്യിലൊന്ന് പിടിക്കുമ്പം ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മൈദേൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ നമ്മളിതൊക്കെ കുഴച്ചെടുത്തിട്ട് ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് എണ്ണയിലിട്ടാൽ പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എത്രയാണോ മൈദ ചേർക്കേണ്ടത് അത്രയും ചേർക്കാം. ഞാനിപ്പം കുറഞ്ഞതൊരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സ് ആക്കണം. ഇതാണ് ഉള്ളിവടൻ്റെ ഒരു കൂട്ട് എന്ന് പറയുന്നത്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി പ്രത്യേകിച്ച് ചേർത്ത് കൊടുക്കാറില്ല. ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം ഇതിലേക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സാഗൂൻ അരിയാണ്. സാബു റൈസ് എന്ന് പറയും, അല്ലെങ്കിൽ ചവ്വരി എന്ന് പറയും, സാബുദാന എന്നൊക്കെ പറയും. അതൊരു 10 മിനിറ്റ് മുമ്പ് ഒരു 4 ടേബിൾ സ്പൂൺ ഞാനിപ്പം കുറച്ച് വെള്ളത്തിൽ അങ്ങ് കുതിർത്ത് വെച്ചതാണ്. ഒരു 10 മിനിറ്റ് മുമ്പ് കുതിർത്ത് വെച്ചാൽ മതി, വേവിച്ചെടുക്കുകയൊന്നും ചെയ്യേണ്ട. എന്നിട്ട് അത് ഇതിലേക്ക് അങ്ങ് ഊറ്റി വെള്ളമൊക്കെ ഊറ്റിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കാം. ഇതെന്തായാലും ഇപ്പോൾ എണ്ണയിലിട്ട് അങ്ങ് പൊരിഞ്ഞ് വരുമല്ലോ. അപ്പോൾ ഇത് ഉള്ളീൻ്റെ കൂടെ ആ ഒരു സാബുനരി കടിക്കാൻ അടിപൊളിയായിരിക്കും. നല്ലൊരു ക്രിസ്പി ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. ആ ഒരു ഉള്ളീൻ്റെ ആ ഒരു ഇതൊക്കെ ഇറങ്ങി വരണം. പിന്നെ എല്ലാ മസാലയും ഉള്ളിയിലൊക്കെ പിടിച്ച് നിൽക്കണം, മൈദയൊക്കെ. അപ്പം നമ്മളിവിടെ ഞമണ്ടി കുഴച്ചെടുക്കുക എന്ന് പറയും. നിങ്ങളൊക്കെ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞമണ്ടി കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വെള്ളം വേണമെന്ന് തോന്നുവാണെങ്കിൽ, അതായത് ആ ഒരു ബൈൻഡിങ് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം ആദ്യം എടുത്ത് വെച്ചിട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പം ബൈൻഡിങ്, അതായത് നമ്മുടെ ആ ഒരു പിടുത്തം പോരാൻ തോന്നുവാണെങ്കിൽ മാത്രം കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം. മൈദയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു മിക്സ് റെഡിയാക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഉള്ളിനെക്കാട്ടിലും കൂടുതൽ മൈദ ആയി പോകണ്ട. അപ്പം നമ്മൾ പൊരിച്ചെടുക്കുമ്പം ഉള്ളിവടക്ക് പകരം കൂടുതലും മൈദൻ്റെ ആ ഒരു ഇതായിരിക്കും നമുക്ക് കിട്ടാൻ. അപ്പം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് മൈദക്ക് പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടലമാവ് ചേർത്ത് കൊടുക്കാം. കുറച്ച് അരിപ്പൊടിയൊക്കെ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ അരിപ്പൊടി ചേർക്കുന്നില്ല, ജസ്റ്റ് മൈദ മാത്രം ചേർത്ത് നന്നായി മിക്സാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. അപ്പം ഞാൻ എണ്ണ നന്നായി ചൂടായപ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് നന്നായി പൊരിച്ചെടുക്കാം. പൊരിച്ചെടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ആ ഒരു ഉള്ളിവടൻ്റെ മിക്സിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതാണ്. എന്നാലും ഈ പൊരിച്ച കറിവേപ്പില ആ ഒരു മിക്സിൽ ഇട്ട് കൊടുക്കുമ്പം നല്ലൊരു മണവും ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഉള്ളിവട പൊരിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. പിന്നെ ഇനിയിപ്പോൾ എല്ലാം കൂടെ ഇട്ട് ഒന്നും കൂടെ നന്നായി മിക്സാക്കി എടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എണ്ണ ഇപ്പം നല്ല ചൂടിലാണുള്ളത്, അത് ഞാനൊരു മീഡിയം ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കയ്യിൽ ഇതേപോലെ എടുത്ത് ജസ്റ്റ് പ്രസ് ചെയ്യാണ്ട് ആ 3 വിരൽ കൊണ്ട് എടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഉള്ളിവട ഒരിക്കലും ഒരുപാട് അങ്ങ് പ്രസ് ചെയ്ത് കുഴച്ചിട്ട് കൈ കൊണ്ട് അങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഉൾഭാഗം വേവാൻ കുറേ സമയം എടുക്കും, ഉൾഭാഗം പെട്ടെന്ന് വെന്ത് കിട്ടേയില്ല.
അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ജസ്റ്റ് 3 വിരൽ കൊണ്ട് മാത്രം എടുത്തിട്ട് അതേപോലെ തന്നെ അങ്ങ് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പം ഫ്ലെയിം മീഡിയമിൽ വെച്ചിട്ട് പൊരിച്ചെടുത്താൽ മതി. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കിയിട്ട് കൊടുക്കാം. ഒരുപാട് തീ അങ്ങ് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പുറം ഭാഗം നന്നായിട്ട് കളറായി കരിഞ്ഞ പോലെ ആയി വരികയും ചെയ്യും, ഉൾഭാഗം വെന്ത് വരേയില്ല. അപ്പോൾ അതുകൊണ്ട് മീഡിയമിൽ വെച്ചിട്ട് ഇനി അങ്ങോട്ട് പൊരിച്ചെടുക്കാം. ജസ്റ്റ് ഇടക്കിടക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കാം. പിന്നെ ഈ ഒരു ഉള്ളിവടയൊക്കെ എണ്ണയിൽ മുങ്ങിക്കിടക്കണം, എന്നാലാണ് നന്നായിട്ട് പൊരിഞ്ഞു വരാൻ. അപ്പം കുറച്ച് ഓയിൽ അധികം ഇട്ട് കൊടുത്തിട്ട് തന്നെ നമ്മളിത് പൊരിച്ചെടുക്കണം. പിന്നെ ഇതേപോലെ നല്ലൊരു അയൺ കടായി ഒക്കെ ആണെങ്കിൽ, അടികട്ടിയുള്ളൊരു കടായിയോ അല്ലെങ്കിൽ ചീനച്ചട്ടിയോ ഒക്കെ ആണെങ്കിലാണ് പൊരിക്കാനും നല്ല സുഖം ഉണ്ടാവാൻ. ഇനിയിപ്പോൾ അടിഭാഗം നന്നായിട്ടൊന്ന് ആറി വന്നിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത സൈഡിലേക്ക് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ആ സൈഡും നന്നായി അങ്ങ് പൊരിച്ചെടുക്കാം. പിന്നെ ഇങ്ങനെ ഉള്ളിവടയിലൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ അടിപൊളിയായിരിക്കും. ഇതേപോലെ കുതിർത്ത് വെച്ചിട്ടുള്ള സാബൂനരി, അതല്ലെങ്കിൽ മുട്ട വേവിച്ചിട്ട് അങ്ങനെ നമ്മൾ മുട്ട ബജിയൊക്കെ ഈ ഒരു കൂട്ടിലാണ് ഉണ്ടാക്കാൻ. അടിപൊളിയാണ് അതും. വേവിച്ച മുട്ട ഒരു 2 അല്ലെങ്കിൽ 4 പീസാക്കിയിട്ട് ഈ ഉള്ളിവടൻ്റെ കൂട്ടിൽ വെച്ചിട്ട് റോളാക്കി എടുത്തിട്ട് ഇതേപോലെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കും. അതും അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഉള്ളിവടയിൽ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുത്തുമ്പം അതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഉള്ളിവട ഇനി അങ്ങോട്ട് ഫ്രൈ ആയി വന്നാൽ തന്നെ കാണുമ്പോൾ മനസ്സിലാവും, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവും. അങ്ങനെ ഇതിപ്പം നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞാനിത് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റുകയാണ്. എണ്ണ നന്നായി വാർത്തിയെടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റാം. അപ്പം ഞാനിപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ അങ്ങ് പൊരിച്ചെടുക്കാം. എന്നിട്ട് ചൂടോടുകൂടി നല്ല കട്ടൻ ചായയോടൊപ്പം സെർവ് ചെയ്യാം. അങ്ങനെ ഉള്ളിവടയൊക്കെ പൊരിച്ചെടുത്ത് വെച്ചപ്പം പിന്നെ എന്തായാലും ചായ പെട്ടെന്ന് നല്ല ചൂടോടുകൂടി തന്നെ ചേർത്തിടണമല്ലോ. അപ്പം കുറച്ച് കട്ടൻ ചായയും കുറച്ച് പാൽ ചായയും എടുത്തിട്ടുണ്ട്. അപ്പം കട്ടൻ ചായയും പാൽ ചായയും റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോട് കൂടിയിട്ടുള്ള ചായയും നല്ല ചൂട് ഉള്ളിവടയും റെഡി. അങ്ങനെ നല്ല ചൂട് കട്ടൻ ചായയും നല്ല ചൂട് സാഗു ഓണിയൻ വടയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്. ഉള്ളിവടയൊക്കെ ഒന്നാമത് ഈ ഒരു സമയത്ത് കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടമാകും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഉള്ളിവട. ഇപ്പം പല പല വെറൈറ്റി സ്നാക്സൊക്കെ വന്നപ്പം ഉള്ളിവടയൊക്കെ ഒന്ന് സൈഡായി നേളൂ. എന്നാലും ഏറ്റവും ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ, കുറേ സ്നാക്സിൽ ഒന്നാണ് ഈ ഉള്ളിവട എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. പുതിയ പുതിയ റെസിപ്പീസും ടിപ്സും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൻ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു. ടാറ്റ ബൈ ബൈ.